ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥലം കണ്ടാൽ നല്ല തേയില കൃഷി ചെയ്ത് കുരുമുളകെല്ലാം വെച്ച് പിടിപ്പിച്ച സ്ഥലമാണ്. പക്ഷേ ഈ കാണുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു കാടോട് അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. കുരിശുമലിൻ്റെ മറ്റേ ഭാഗം എന്നൊക്കെ പറയാം, പന്തല്ലൂർ. അതായത് ആന കയറി വരുന്ന സ്ഥലമാണ് ഈ ഏരിയ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനിമൽ ക്രോസിങ് റോഡാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷേ ഈ ഏരിയ നല്ല പച്ചപ്പ് പിടിച്ച നല്ല സ്ഥലമാണ്. ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ലാസ്റ്റ് കാണുന്നതെല്ലാം വലിയ വലിയ കാടുകളാണ്. ആ കാടുകളിലെല്ലാം നിന്നാണ് ആനകൾ കയറി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കിയതാണ് അവിടെ ആനകൾ എന്തെങ്കിലും ആനപ്പിണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ പോയി നോക്കുന്ന സമയത്താണ് അവിടെ ആളുകൾ പറയുന്നുണ്ട്, ഇപ്പം മഴയായില്ലേ, മഴയായി കഴിഞ്ഞാൽ കാട്ടിൽ തന്നെ ഏകദേശം ഫുഡ് ഉണ്ടാവും ആനകൾക്ക്. മഴയായി കഴിഞ്ഞാൽ ഏകദേശം ആനകൾക്ക് ഫുഡ് കാട്ടിൽ തന്നെ കിട്ടും. അത് കാരണം വല്ലാണ്ട് ക്രോസ് ചെയ്ത് ആന കയറൂലല്ലോ. ഈ കാട്ടിൽ ഫുഡ് ഇല്ലാത്തൊരു സമയം വരും. ആ സമയം നാട്ടിൽ ചക്ക സീസണും കൂടി ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആനകളുടെ ശല്യം ഒരുപാടുണ്ടാവും. ഈ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾ വരുന്നത് വല്ല ക്രോസിങ് തെറ്റിയിട്ടോ അല്ലാതെ ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ മാത്രം ആനകൾ ഇപ്പോഴും ഈ വഴി കയറി വരുള്ളൂല്ലോ. മറ്റത് ഈ സമയത്ത് ഒക്കെ ഒരു ഒന്നരാടം ഈ ഏരിയയിൽ ആനകൾ കൊണ്ട് മേയുന്ന സ്ഥലങ്ങൾ. ആനകൾ ഈ തേയില എസ്റ്റേറ്റ് കൂടെ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിലൂടെ അങ്ങോട്ട് പോയി താഴെ ഭാഗത്ത് കാണുന്ന പള്ളം കണ്ട, ഈ പള്ളത്ത് ചില സ്ഥലത്തൊക്കെ കുഴികൾ കുഴിച്ചിട്ടുണ്ടാവും. അതായത് ഈ ചപ്പിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങണ ഏരിയയാണ് ഈ താഴ്ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ തേയില നുള്ളുന്ന സമയത്തും ചിലപ്പം ആനകൾ വരലുണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആനകൾ ഇവിടെ എത്തുന്നുണ്ടെന്ന് നമ്മൾ ഫോറസ്റ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരൊരു 10-15 ആളുകൾ വേഗം വന്ന് അതിനെ തിരിച്ചു വിടാനുള്ള വഴികൾ ചെയ്യും. അത് അറിയാതെങ്ങാനും നമ്മൾ അതിൻ്റെ മുന്നിൽപ്പെട്ടാൽ നമ്മളെ കഥ കഴിഞ്ഞും ചെയ്തു. അതാണ് ഈ ഏരിയ, ഇതാണ് ഇവിടുത്തെ സ്ഥലം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.